വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഹെർബറിയം. നമുക്കിന്ന് സ്റ്റെയിൻസ് നോക്കി നോക്കാം. റൂട്ടീൻ സ്റ്റെയിൻസ്, പതിവായി ഉപയോഗിക്കുന്ന സ്റ്റെയിനുകൾ, ഹിമാറ്റോസൈലിൻ ആൻഡ് ഇയോസിൻ. ഹിസ്റ്റോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെയിനുകളാണിവ. ഹിമാറ്റോസൈലിൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഡൈ ആണ്. ഇത് കോശത്തിലെ അസിഡിക് ഘടകങ്ങളെ, അതായത് ന്യൂക്ലിയസ്, DNA, RNA, റൈബോസോം തുടങ്ങിയവ നീല പർപ്പിൾ നിറമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബേസോഫിലിക്. ഇനി ഇയോസിൻ, ഇതൊരു ആസിഡിക് ഡൈ ആണ്. ഇത് കോശത്തിലെ ബേസിക് ഘടകങ്ങളെ, അതായത് സൈറ്റോപ്ലാസം, കൊളാജൻ, മസിൽ ഫൈബറുകൾ തുടങ്ങിയവയൊക്കെ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. ആസിഡോഫിലിക് ആണ്. ഇനി സ്പെഷ്യലൈസ്ഡ് ഹിസ്റ്റോളജിക്കൽ ആൻഡ് ഹിസ്റ്റോകെമിക്കൽ സ്റ്റെയിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിവിധ കോശകലകളെ, ടിഷ്യൂ കോമ്പോണൻസിനെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നതിനാൽ ഇവ മത്സര പരീക്ഷകളിൽ ചോദിക്കാറുള്ള പ്രധാന വിഷയങ്ങളാണ്. ആദ്യത്തെ സ്റ്റെയിൻ PAS, പീരിയോഡിക് ആസിഡ് ഷിഫാണ്. ഇത് ഗ്ലൈക്കോജൻ, മ്യൂസിൻ, കാർബോഹൈഡ്രേറ്റുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം വയ്ക്കുന്ന ഘടകങ്ങൾ. ഇനി മാസൻ സ്ട്രൈക്കോമാണ്. കൊളാജൻ വേഴ്സസ് മസിൽ, സൈറ്റോപ്ലാസം, അതാണ് ടാർഗറ്റ് ആയിട്ടുള്ള കോമ്പോണൻസ്. ഇനി സുഡാൻ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിൽ, റെഡ് O. ലിപ്പിഡുകൾ, കൊഴുപ്പുകളാണ്. ഗ്രാം സ്റ്റെയിൻ ആണെങ്കിൽ ബാക്ടീരിയൽ കോശഭിത്തികളാണ്, ബാക്ടീരിയൽ സെൽ വാൾ. ഫ്യൂൾജൻ റിയാക്ഷൻ ആണെങ്കിൽ അത് DNA ആണ് സ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ വെർഹോഫ്സ് സ്റ്റെയിൻ ആണെങ്കിൽ ഇലാസ്റ്റിക് നാരുകളാണ്, ഇലാസ്റ്റിക് ഫൈബേഴ്സിനെ. ടൊലൂയിഡിൻ ബ്ലൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്റ്റ് സെൽ ഗ്രാന്യൂളുകൾ, തരുണാസ്ഥികൾ, മാസ്റ്റ് സെൽ ഗ്രാന്യൂൾസ്, കാർട്ടിലേജുകൾ. പിന്നെ സിൽവർ നൈട്രേറ്റ് ആണെങ്കിൽ അത് സ്റ്റെയിൻ ചെയ്യുന്നത് റെട്ടിക്കുലർ ഫൈബേഴ്സുകളെയാണ്. ഇനി ബേസോഫിലിക് വേഴ്സസ് ആസിഡോഫിലിക് എന്താ നോക്കാം. ബേസിക് ഡൈകൾ ആസിഡിക് ഘടകങ്ങളെയും, ഉദാഹരണത്തിന് ന്യൂക്ലിയസ്. ആസിഡിക് ഡൈകൾ ബേസിക് ഘടകങ്ങളെയും, ഉദാഹരണത്തിന് സൈറ്റോപ്ലാസം, സ്റ്റെയിൻ ചെയ്യാണ് എന്ന് പ്രത്യേകം ഓർക്കണം. ഇനി മോർഡൻറ്റുകൾ എന്താ നോക്കാം. മോർഡൻസ്, ഹിമാറ്റോസൈലിൻ പോലുള്ള ചില സ്റ്റെയിനുകൾക്ക് നേരിട്ട് കലകളുമായി ബന്ധപ്പെടാൻ കഴിയാറില്ല. ഒരു മോർഡൻറ്റ്, ഉദാഹരണത്തിന് പൊട്ടാസ്യം ആലം അല്ലെങ്കിൽ ഇരുമ്പ് ലവണങ്ങൾ, ഒരു കെമിക്കൽ പാലമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മോർഡൻസ് എന്ന് പറയുന്നത്. ഇനി മെറ്റാക്രോമാസി എന്താ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ HSST എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നതാണ് മെറ്റാക്രോമാസിയ എന്താണ്. ഒരു ഡൈ ലായനിയിലുള്ള നിറത്തിൽ നിന്നും വ്യത്യസ്തമായ നിറത്തിൽ ഒരു കലയെ സ്റ്റെയിൻ ചെയ്യുന്ന പ്രതിഭാസമാണ് മെറ്റാക്രോമാസിയ എന്ന് പറയുന്നത്. വൈറ്റൽ സ്റ്റെയിനുകൾ എന്താ നോക്കാം. ജീവനുള്ള കോശങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റെയിനുകൾ, ഉദാഹരണത്തിന് മൈറ്റോകോൺട്രിയയ്ക്ക് വേണ്ടി ജാനസ് ഗ്രീൻ ബി, ട്രൈപ്പാൻ ബ്ലൂ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ബോട്ടണിയിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകം സ്റ്റെയിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാഫ്രാനിൻ പൊതുവേ നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. +2 കുട്ടികൾക്കൊക്കെ പ്രാക്ടിക്കലിൽ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ. ലിഗ്നിഫൈഡ് സസ്യകോശ ഭിത്തികളെ ചുവപ്പ് നിറമാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് സൈലൊക്കെയാണ് അത് സ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഫാസ്റ്റ് ഗ്രീൻ എന്താ നോക്കാം. സെല്ലുലോസ് കോശ ഭിത്തികളെ, അതായത് ഫ്ലോയം, പാരൻകൈമ തുടങ്ങിയവയാണ് പച്ച നിറമാക്കുന്നത്. ഏത്? ഫാസ്റ്റ് ഗ്രീൻ. അസറ്റോ കാർമിൻ അപ്പോൾ എന്തായിരിക്കും? സസ്യ ക്രോമസോമുകൾ പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? അസറ്റോ കാർമിൻ എന്ന് പറയുന്നത്. മൈറ്റോസിസ്, മിയോസിസ് തുടങ്ങിയ പ്രോസസ്സുകളിൽ. ഇനി അയോഡിൻ, ല്യൂഗോൾസ് സ്റ്റാർച്ച് തരികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. ഇത് നീല, കറുപ്പ് നിറമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എക്സാം ടിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്റ്റെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ രാസപരമായ ആകർഷണം, കെമിക്കൽ എഫിനിറ്റി നോക്കിയാൽ മതി. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? പീരിയോഡിക് ആസിഡ് ഷിഫ് ആയിരിക്കും. PAS ആയിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പുതിയ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, താഴെ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.